ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. നമ്മളെപ്പോഴും ഓയിലി സ്കിൻകാരുടെയും ഡ്രൈ സ്കിൻകാരുടെയും ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ കോമ്പിനേഷൻ സ്കിൻകാർക്കും കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ സ്കിൻ കെയർ എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണ് ഇന്നത്തെ വീഡിയോ. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ടീ സോൺ എപ്പോഴും ഓയിലി ആയിരിക്കും, അതുപോലെ ബാക്കിയുള്ള പാർട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇതാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാർജ് പോഴ്സും ഉണ്ടായിരിക്കും കോമ്പിനേഷൻ സ്കിന്നിൽ. മെയിനായിട്ടുള്ള റുട്ടീൻ പറയുമ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലെൻസിങ് തന്നെയാണ്. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ മൈൽഡായിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്യേണ്ടത്. അത് നമ്മുടെ AM റുട്ടീനായിട്ടും PM റുട്ടീനായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് രാവിലെയും രാത്രിയും നമ്മൾ ക്ലെൻസിങ് മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് വളരെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ടോണർ. അത് നമ്മുടെ AM റുട്ടീനിലും PM റുട്ടീനിലും നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരു കോട്ടൺ പാഡിലെങ്ങാനും ഹൈലറോണിക് ആസിഡിൻ്റെ ബേസ് ഉള്ള ഒരു ടോണറാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളൊരു കോട്ടൺ പാഡിലെടുക്കുക, അത് നമ്മൾ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് തൊട്ട് ശേഷം, അതായത് ഉടനെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഉടനെ ആ ഒരു ഡാം സ്കിന്നിൽ തന്നെ നമ്മളൊരു കോട്ടൺ പാഡിൽ കുറച്ച് ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റുട്ടീനിൽ ഒരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് നമുക്ക് ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യാം. അത് നമ്മളൊരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നമ്മുടെ PM റുട്ടീൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യാം. അത് നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ ക്ലെൻസിങ് കഴിഞ്ഞു, അതിൻ്റെ പുറത്ത് നമ്മൾ ടോണർ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറം യൂസ് ചെയ്യേണ്ടത്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസറാണ്. കോമ്പിനേഷൻ സ്കിന്നിനെ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ AM റുട്ടീനിൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും PM റുട്ടീൻ വരുമ്പോൾ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുമാണ് യൂസ് ചെയ്യേണ്ടത്. പ്രത്യേകം പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നിൻ്റെ ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടിനെയും അറ്റ് എ ടൈമാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സൺസ്ക്രീൻ ആണ്. അത് ഏതൊരു സ്കിൻ ടൈപ്പിനെയും പോലെ തന്നെയാണ് സൺസ്ക്രീൻ നമ്മൾ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുന്നത്. അത് ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഒരു പ്രിമച്ചർ ഏജിങ് അല്ലെങ്കിൽ ഒരു റിങ്കിൾസ് ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ഇനി ടാൻ വരാതിരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പ്രീമച്വർ ഏജിങ് അല്ലെങ്കിൽ റിങ്കിൾസ് ഉണ്ടാവുന്നത്, ടാൻ ഉണ്ടാവാതിരിക്കാൻ, അതായത് ഇനി ഉണ്ടാവാതിരിക്കാൻ, പിന്നെ ഈ UV റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു SPF ഉള്ള നല്ലൊരു എമൗണ്ട് ഓഫ് SPF 50+ അങ്ങനെയൊക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഈ റുട്ടീനിൽ മാസ്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഒരു വീക്ക്ലി വൺസ് ഒക്കെ നമുക്കൊരു ക്ലേ മാസ്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഈ ടീ സോണിൻ്റെ പോർഷനിൽ നമ്മൾ ഈ ക്ലേ മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓയിൽ പ്രൊഡക്ഷൻ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കും. മെയിനായിട്ടും ഈ കോമ്പിനേഷൻ സ്കിന്നിന് നമ്മൾ ഹൈലറോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഈ 3 ഏജൻസുമാണ് യൂസ് ചെയ്യുന്നത്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഏരിയ നല്ലപോലെ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കൊടുക്കാനും നല്ല പ്ലംപ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനും വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഓയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആക്നെ കൺട്രോൾ ചെയ്യാനും ഒക്കെയാണ് സഹായിക്കുന്നത്. ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നതും ഈ സാലിസിലിക് ആസിഡ് പറഞ്ഞ പോലെ തന്നെയാണ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഓയിലി ടീസോണിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെ റുട്ടീൻ പറഞ്ഞെങ്കിലും നമ്മൾ വളരെ ബേസിക് ആയിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ഫേസ്, അതുപോലെ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യുക. നമുക്ക് ഒരു സിറം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സിറം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസറിന് ശേഷം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈ ഒരു റുട്ടീനെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹാബിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നമ്മുടെ സ്കിന്നിനെ കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിൻ്റെ കെയറിങ്ങും നമ്മൾ കൊടുക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.